സ്ഥാനാർത്ഥി സാധ്യത 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സീറ്റും ഒപ്പം വിജയിച്ചവരെക്കുറിച്ചുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡും ഒപ്പം മഞ്ചേശ്വരവും BJPക്ക് വലിയ തരത്തിൽ മേൽക്കൈയുണ്ടെന്നാണ് BJP നേതാക്കന്മാർ തന്നെ പറയുന്നത്. അതിന് കാരണമുണ്ട്. 2016 കെ സുരേന്ദ്രൻ 89 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് UDFിലെ സ്ഥാനാർത്ഥിയോട്. 2021 1000-ൽ താഴെ ഏകദേശം 850ഓളം വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ വീണ്ടും പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് BJP വലിയ കണ്ണുവയ്ക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും. ഇത്തവണയും സ്ഥാനാർത്ഥികളിൽ മാറ്റമില്ല. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും. കാസർഗോഡേക്ക് ഏതെങ്കിലും ഒരു യുവ BJP പ്രവർത്തകനെ എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ വലിയൊരു മത്സരം കാസർഗോഡ് ഇത്തവണ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് നഷ്ടമായെങ്കിൽ തന്നെയും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ മേൽക്കൈ നേടാൻ UDFിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം കാസർഗോഡ് ജില്ലയിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ ഭാഷകൾ അല്ലെങ്കിൽ അതിനുമെല്ലാം അപ്പുറത്തേക്ക് കർണാടകയും കേരളവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന പ്രദേശത്താണ് സാധാരണ CPIMന് വലിയ തരത്തിലുള്ള വോട്ട് ലഭിക്കുന്ന മേഖല. പക്ഷേ അവിടെ ഗ്രാമപഞ്ചായത്തുകളിലും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ നേട്ടം കൊയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു, ഒപ്പം തന്നെ ലീഗിന് കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ വലിയ പ്രതീക്ഷകളുള്ളവരെ തന്നെ അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ളവരെ തന്നെ രംഗത്തെത്തിക്കുവാൻ UDFും ഒപ്പം LDFും അതിനെല്ലാം ഉപരിയായി NDAയും ആലോചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ CPIMന് വലിയ പ്രധാനപ്പെട്ട നേട്ടമുണ്ടായത് അവരുടെ പ്രധാനപ്പെട്ട സീറ്റായ തൃക്കരിപ്പൂരായിരുന്നു. M രാജഗോപാലൻ അവിടെ വിജയിക്കുന്നു. കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരനും ഒപ്പം തന്നെ ഇവർ രണ്ടുപേരുമാണ് വലിയ വിജയം കാഴ്ചവെച്ച 2 പേർ. ഒപ്പം ഇനി നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട വിജയം UDF അവകാശപ്പെടുന്നത് മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ്. ഇത്തവണ സ്ഥാനാർത്ഥികളിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് അടുത്തത് പരിശോധിക്കേണ്ടത്. കാഞ്ഞങ്ങാട്ട് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഒരു പക്ഷേ E ചന്ദ്രശേഖരൻ്റെ പകരം CPIയുടെ ഒരു യുവ നേതാവിനെ എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം 2 ടേം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. M രാജഗോപാലിനെ തന്നെ മത്സരിപ്പിക്കുമോ? അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യവും പാർട്ടിയും ആലോചിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലുണ്ടായ മാറ്റങ്ങൾ. അതായത് ആ മാറ്റങ്ങൾ BJPയും UDFും വിജയത്തിന് സാധ്യമാകും എന്നാണ് അവർ ഇരുകൂട്ടരും പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും കൂടുതൽ ഇവിടെ അവർക്ക് പ്രതീക്ഷ പങ്കുവയ്ക്കാൻ കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിലുണ്ടായ വർധന അത് തന്നെയാണ് അവർ പ്രധാനമായിട്ടും അവരുടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. കാരണം അവർ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പോഴുള്ള വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 10,96,241 വോട്ടർമാരാണ് SIRന് ശേഷം കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ളവ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നേതാക്കന്മാരും പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം UDFിന് വേണ്ടി തൃക്കരിപ്പൂരിൽ മത്സരിച്ചത് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ സീറ്റ് ഒരു പക്ഷേ ലീഗ് ആവശ്യപ്പെടാനും സാധ്യത ഉണ്ട്. അത് തള്ളിക്കളയാനാകില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 79.7% പോളിംഗ് ആണ് നടന്നത്. അതിൽ CPIMന് 25% വോട്ടുകൾ ലഭിച്ചു. BJPക്ക് 20.9%, മുസ്ലിം ലീഗിന് 16%, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 15.2%. അതായത് കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിന് അവിടെ കാര്യമായ ആൾബലം ഇല്ല എന്നുള്ളതല്ല. IUMLൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഒപ്പം തന്നെ BJPക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ 2 മണ്ഡലങ്ങളിലല്ലാതെ മറ്റു മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ വോട്ടുകളുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ കാസർഗോഡേക്ക്
ലീഗിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി KM ഷാജി എത്തിയാൽ, ഷാജി എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തോട് പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് വലിയ തരത്തിലൊരു മത്സരത്തിലേക്ക് പോകും. കാസർഗോഡ് BJPയും അവരുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരുവാനിടയുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. അതേസമയം BJP ആകെ അവരുടെ ഒരു സ്ഥാനാർത്ഥി കാസർഗോഡ് മത്സരിക്കും എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് K സുരേന്ദ്രനെയാണ്. അദ്ദേഹം BJP അധ്യക്ഷൻ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും. കാരണം സുരേന്ദ്രനും അവിടെ മത്സരിക്കണം, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കണം എന്നൊരു താല്പര്യം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃക്കരിപ്പൂരിൽ M രാജഗോപാൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും യുവ നേതാക്കളെ തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാരണം 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് M രാജഗോപാൽ അവിടെ നിന്നും വിജയിച്ചത്. അപ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ തൃക്കരിപ്പൂർ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും അത്തരത്തിൽ രാഷ്ട്രീയ മത്സരം തന്നെ നടക്കും. ഈ രണ്ട് സ്ഥലങ്ങളും CPIM-ൻ്റെയും അല്ലെങ്കിൽ ഇടതു പാർട്ടികളുടെ കോട്ട എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.